ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് നമ്മുടെ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അതെ, അത് നമ്മുടെ കേരളത്തിലെ വയനാട്ടിലുള്ള 13 മൈൽ ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ അപാരം തന്നെയാണ്. ഇവിടെ വന്നവർക്കറിയായിരിക്കും. അപ്പം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ വയനാട് പടിഞ്ഞാറേത്തറ അച്ചൂരാൻ റോഡിലുള്ള 13 മൈൽ ബസ് സ്റ്റോപ്പാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാണ് ഇവിടെ തന്നെ വരണം. ഇത് നമ്മൾ ഈ താഴെ കാണുന്ന നമ്മുടെ ബാണാസുര സാഗർ ഡാമിൻ്റെ റിസർവറാണ്. അത്ര മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടൊരു ബസ് സ്റ്റോപ്പ് നമുക്ക് വേറെ ഇന്ത്യയിൽ തന്നെ കാണാൻ കഴിയില്ല. അപ്പം ഈ റൂട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പടിഞ്ഞാറേത്തറ അച്ചുരാൻ റൂട്ടിലുള്ള 13 മൈൽ ബസ് സ്റ്റോപ്പാണ് ഇത്. ഇതിന് ചുറ്റും നമുക്ക് ധാരാളം റിസോർട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ താജിൻ്റെ റിസോർട്ട് കാണാം, അതുപോലെ തന്നെ സിൽവർ വുഡ്സിൻ്റെ റിസോർട്ടുണ്ട്, അതുപോലെ ഒട്ടനേകം റിസോർട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനോ ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ ആൾക്കാർക്ക് പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു 13 മൈൽ ബസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ പടിഞ്ഞാറത്തറ അച്ചുനാന റൂട്ടിലുള്ള റിസോർട്ടുകൾ. ഈ ഒരു ബാണാസുര സാഗർ റിസർവോയറിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന ധാരാളം റിസോർട്ട് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ വരേണ്ടവർക്ക് നമുക്ക് രണ്ട് രീതി വരാൻ പറ്റും. മാനന്തവാടിയിൽ നിന്ന് പടിഞ്ഞാറേത്തെ വഴി അച്ചുരാൻ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 13 മൈൽ ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൽപ്പറ്റ കോഴിക്കോട് സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ കോഴിക്കോട് നിന്ന് വൈത്തിരി, അവിടുന്ന് നമ്മുടെ അച്ചൂരാനം പടിഞ്ഞാറത്തറ റൂട്ടിൽ നമുക്ക് ഈ 13 മൈൽ ബസ് സ്റ്റോപ്പിൽ എത്താൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ കൽപ്പറ്റ വഴി വരുന്നവർക്കാണെങ്കിൽ കൽപ്പറ്റ ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വഴി വേറെയുണ്ട്. അപ്പം ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ഹിൽ വ്യൂവും ഈ റിസർവറിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അപ്പം ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു 13 ബസ് സ്റ്റോപ്പ്. ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളൊരു ക്യാൻവാസിൽ വരച്ചൊരു ചിത്രങ്ങൾ പോലെ തന്നെ നമുക്ക് മലനിരകളും അതുപോലെ തന്നെ കോടമഞ്ഞും നല്ല റിസർവറിൻ്റെ വ്യൂ ഒക്കെ കാണുമ്പം ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, അത് വയനാടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം എന്താണ് വയനാട് വരുന്നവർ അതുപോലെ ഈ റൂട്ടിലോട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പം മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് ഈ ഒരു 13 ബസ് സ്റ്റോപ്പ് മാറിയിട്ടുണ്ട്. അപ്പം എന്തായാലും ബാണാസുര വരുന്നവർ, ബാണാസുര ഡാം റിസോർട്ടിലൊക്കെ വരുന്നവർക്കും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു വ്യൂ പോയിൻറ്റ്. ഇതിപ്പം കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ റൂട്ടിൽ വരുന്നവരും വയനാട്ടിൽ വരുന്നവരും എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഈ ബാണാസുര സാഗർ റിസർവോയർ വ്യൂ പോയിൻറ്റ് 13 മൈൽ ബസ് സ്റ്റോപ്പിലുള്ളത്. നമുക്ക് ഈ വഴി പോകുന്ന വഴിക്ക് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ധാരാളം വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റും. അപ്പം വയനാട് വരുന്നവർ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക 13 മൈൽ ബസ് സ്റ്റോപ്പ് പടിഞ്ഞാറത്ത്.